ഹലോ. വാലേക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നല്ല വിശേഷം. നിനക്കാ? എന്താ? ഒന്നുമില്ല, പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ വന്ന് കിടന്നിട്ടുള്ളൂ. അളിയനും മോളും വന്നിട്ടുണ്ട്. ഓലും മൂന്നാളോട്ടൊന്ന് ചാടിക്കണ്ട്. ഞാൻ നമ്മുടെ റൂമിലുണ്ട്. കുറച്ചേരം കഴിഞ്ഞ് കുടിക്കാം. നിങ്ങൾ ചാടിച്ചില്ലേ? എന്താണ്? എന്ത്? ഒന്നല്ല, സാലറി കിട്ടുന്നില്ല. സാലറി കിട്ടാണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ പണി കയറിയിട്ട് വല്ല കാര്യം. അപ്പൊ ഇപ്പൊ തന്നെ അത്യാവശ്യം കടുവായിട്ടുണ്ട്. ഞാൻ പിന്നെ എന്നോട് പിന്നെ പറയാത്ത ഇങ്ങനെ ഉണ്ടായിരുന്നാണ്. 3-4 മാസമായിട്ട് സാലറി കിട്ടുന്നില്ല. ഞാൻ അവിടുന്ന് കടം വാങ്ങിയിട്ടാണ് അടയ്ക്കുന്ന തിരക്കിന്റെ കാര്യങ്ങളൊക്കെ അയക്കുന്നത്. നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് ഞങ്ങളോട് പറയാതിരുന്നുണ്ടായിരുന്നത്? ഞാനിപ്പോ അത് ഇന്ന് ശരിയാവും നാളെ ശരിയാവും വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന്. ഇതിപ്പോ ശരിയാവണ്ടേ? ഇതൊക്കെ ചെയ്യാ. അപ്പൊ ഞാൻ തൽക്കാലം ഇപ്പൊ ഇതൊക്കെ ഒന്നുകൊണ്ട് ഒഴിവാക്കിയിട്ടൊന്ന് നാട്ടിലേക്ക് വന്നാലും വിചാരിക്കുകയാണ് പെട്ടെന്ന് തന്നെ. അപ്പൊ ഈ കടങ്ങളൊക്കെ? കടങ്ങൾ അവിടെ വല്ല കൂലിപ്പണിക്കും പോയിട്ട് വീട്ടേണ്ടി വരും. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? എല്ലാ പ്രവാസികൾക്കും ബാക്കി ഉണ്ടാവൂലല്ലോ. എല്ലാവരും പൈസക്കാരാവുകയും സെറ്റപ്പാവുകയും ചെയ്യില്ല. ചിലവർ ഇങ്ങനെ ഉണ്ടാവും. അതൊക്കെ ചെയ്യും. വരുന്നോണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷെ കടങ്ങൾ വീട്ടിൽ വരാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. കടം വീട്ടാ എന്റെ സ്വർണം വെച്ചത് എടുക്കുക, എടുക്കലൊന്നും ഉണ്ടാവില്ലല്ലേ? അതൊന്നും കുഴപ്പമില്ല. സ്വർണ്ണം ഇല്ലേലും വീട്ടില്ല, മനസ്സമാധാനം ഉണ്ടായാൽ മതി. മനസമാധാനം ഇല്ലല്ലോ, കടല്ലേ. എങ്ങനെ ഇപ്പൊ ഇതൊക്കെ വീട്ടുക? എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്തായാലും നാട്ടിലേക്ക് വരാതെ ഇവിടെ പിടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഇവിടുന്ന് കുറി വിളിച്ച പൈസ, അതല്ലാത്ത പൈസ കുറെ ആൾക്കാർക്ക് കടം കൊടുക്കാണ്ട് വാങ്ങിയത് തിരിച്ചു കൊടുക്കണം. അപ്പൊ എല്ലാം കൂടി എന്നെ കൊണ്ട് നടക്കൂല. ഞാനിപ്പോ തൽക്കാലം ഇവിടുന്ന് ഞാൻ പോവുകയാണെന്ന് അറിഞ്ഞാൽ തന്നെ ഇപ്പൊ ഇവിടെ പ്രശ്നം ഉണ്ടാവും. പൈസ കൊടുക്കാനുള്ളവരൊക്കെ ചോദിച്ചു വരൂലേ. തൽക്കാലം ഇപ്പൊ ഇവിടുന്ന് പോരുകയെന്നുള്ളതാണ്. പിന്നെ പൈസ കാര്യങ്ങൾ പഠിക്കാനും പോണില്ല. പൈസ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക തന്നെ. അവിടെ എന്തെങ്കിലും കൂലിപ്പണി ചെയ്യുക. അല്ലാണ്ട് പിന്നെ വല്ല വിഷയം കിട്ടുന്ന കാലത്തൊക്കെ ഇങ്ങോട്ട് കയറിപ്പോരെ. എന്നാ എൻ്റെ 2 വളല്ലേ, അത് വെക്കുക, പണം വെക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും എന്തായാലും പോട്ടെ. ഞാൻ എന്തായാലും നാട്ടിൽ വരാം. ഉമ്മ എവിടെ? അവിടൊക്കെ? അവിടെ ഉണ്ട്. ഞാൻ കൊടുക്കുന്നാലും ഉമ്മക്ക്. നിങ്ങൾ ഉമ്മാനോട് പറഞ്ഞാളക്കാരിട്ടാ. ഉമ്മാനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഉമ്മക്ക് ഞാൻ ഇവിടെ പണം കൊയ്ക്കാന്നാ വിചാരം. പൈസ പറഞ്ഞ ഞാൻ കൊടുക്ക. ഉമ്മക്ക് കൊടുക്കും. ശരി. ഉമ്മ ഇക്ക വിളിക്കണ്ട്. വീഡിയോ കോളാ? അല്ല, വാട്സപ്പിൽ ഓഡിയോ കോളാ. മോനെ. ആ, നല്ല വിശേഷം മോനെ. നമുക്കിവിടെ സുഖല്ലേ? ആ, ഇവിടെ ഇപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ആ മോനെ, അതെ, നമ്മുടെ മരുമോനെ ഇപ്പൊ ഒരു വീടുണ്ടാക്കുന്നുണ്ട്. അപ്പം വീടുണ്ടാക്കുമ്പോ എന്താ വെച്ചാൽ അവന് ലേശം പൈസയുടെ ഒരു ലേശം കുറവുണ്ടേ. ഒരു 10 ലക്ഷം രൂപയുടെ കുറവുണ്ടെന്നാണ് ഇപ്പൊ പറയണത്. അപ്പൊ ഈ അതൊന്നും അങ്ങോട്ട് അയച്ചു കൊടുക്കണം. നമ്മളെ കുട്ടിക്ക് ഇപ്പൊ നമ്മളല്ല. ഈ ഇപ്പൊ ഇത് ആരോടായി പറയണേ? ഈ ശമ്പളം ഈ അതിനത് ഒന്നിച്ചു കൊടുക്കണ്ട. അയ്യോ, നീ എന്തായാലും അത് കൊടുക്കണം. എന്നാലിപ്പോ അത് ശരിയാവുള്ളൂ.
ഓക്കിപ്പം വേറെ ആരാ കൊടുക്കാനുള്ളത്? ഈ അല്ലാതെ വേറെ ആരെങ്കിലും കൊടുക്കാനുണ്ടോ? ഓനാണെങ്കിൽ ശരിക്കും ഒരു പണിയില്ല. ഇനി ഒരു വീടുണ്ടാക്കിയോണ്ട് താമസിക്കട്ടെ. എന്നാ പിന്നെ നമുക്കത് നല്ലൊരു കാര്യല്ലേ? ആ ഉമ്മാന്റെ കയ്യില് സ്വർണ്ണം. ഈ ഒരു കാര്യം ചെയ്യ്. അനക്ക് അവിടെ പൈസ അയക്കാൻ ഇല്ലെങ്കിൽ ഓളെ കുറെ പണ്ടല്ലേ ഇവിടെ ഇരിക്കുന്നത്. ആ പണ്ടം എടുത്തിട്ട് മറിച്ച് വിൽക്കുകയോ പണയം വെക്കുകയോ എന്താച്ചാ ആക്കിയിട്ട്. എടാ എന്നാ ഒരു കാര്യം ചെയ്താളാ. ഈ വീടിന്റെ ആധാരം ഇല്ല ഇപ്പൊ ഇവിടെ, അത് കൊണ്ടുവച്ചിട്ട് അത് പണയം വെച്ചിട്ട് ഓൻ എത്രയാ പൈസ വേണ്ടേ, വരുവാൻ എത്രയാ പൈസ ഉണ്ടെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് എടുത്തു കൊടുത്താ. അതിനിപ്പോ ഇനി അതിന് വർത്താനം വേറെ പറയണ്ട. ഇതാരോടാ ഇതൊക്കെ ഇങ്ങനെ പറയണത്? അന്നോടല്ലാതെ പിന്നെ വേറെ ആരോടാ പറയാ? ഓക്ക് വേറെ ആരാ ഉള്ളത്? ഏ ഞാൻ ഓക്ക് കൊടുക്കാം. ഈ അതെന്താ വെച്ചാ മട്ടം പോലെ പറഞ്ഞിട്ട് അതെന്താ വെച്ചാ നമുക്ക് ചെയ്തു കൊടുക്കണം കേട്ടാ. ആ ഇതാ ഓനോട് പറഞ്ഞാളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. നിങ്ങൾ എന്തിനാണ് പറമ്പിന്റെ ആധാരമൊക്കെ വെക്കാൻ പറഞ്ഞത്? ഓളടുത്തൊക്കെ നല്ല പൈസ ഉണ്ട്, പൂത്ത പൈസ ആണ് അവരുടെ അടുത്തൊക്കെ ഉള്ളത്. ആ ഓളെ മഹർ ചെയിൻ തന്നെ കിട്ടൂലേ, എത്ര 5 പവനം കണ്ടിട്ട്. ഓനല്ലേ പറഞ്ഞപ്പോ അതിനകത്ത് അത് വേറെന്തോ ചെയ്തേക്കാണ്. എന്ത് ചെയ്തേക്കണ്? വെറുതെ പറയാണ്. ഏത്തപ്പൂരം പൈസയും പണം കണ്ടെന്ന് അറിയോ? നിങ്ങൾ ആ ആധാരം വെച്ച് കളിക്കാൻ നിൽക്കണ്ടട്ടാ. നിങ്ങൾ പരമാവധി വാങ്ങാൻ നോക്കി. എന്നിട്ട് വേറെ സ്ഥലമൊക്കെ എടുത്ത് പൊയ്ക്കോട്ടെ അവര്. അവർക്ക് സ്ഥലം എടുക്കാനും വീട് എടുക്കാനും ഒക്കെ ക്യാഷ് ഉണ്ട്. ഓനെ എന്നോർത്തിങ്ങൾ ഗൾഫിൽ നിന്ന് അയക്കല് നിങ്ങക്ക് അറിയണല്ലേ? ഇതിപ്പോ നമ്മളെ പേരിലേക്കാണ്ട് കിട്ടി കഴിഞ്ഞാൽ ഓനിപ്പോ വേറെ വീടൊക്കെ ഉണ്ടാക്കാലോ അല്ലേ? വീടുണ്ടാക്കാനുള്ള മാർഗം ഉണ്ടല്ലോ. അവൾക്ക് തന്നെ ഉണ്ട് ഇഷ്ടം പോലെ ക്യാഷ്. സ്വർണങ്ങളൊക്കെ ഓളെ പെരെ കൊണ്ടൊക്കെയാണ്. ഞാൻ ഫോൺ വിളിക്കണേ കേട്ടതാണ്. ഓളെ നാത്തൂനിക്ക് സ്വർണങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവളെ അഞ്ചത്തി ഏട്ടത്തി ഒക്കെ ഇട്ടെടുക്ക. എനിക്കൊന്നും തരൂല. 10 പാവം ഉണ്ടാത്രേ. എന്നിട്ടാണ് പോരാതേന് കൈമത്തിയും കാൽമത്തിയും മാത്രം പോരെ ഇപ്പൊ ഞമ്മളെ ആവശ്യം നടക്കാന്. ഞാനോ ഇനി ഓൻ വിളിക്കുമ്പോ ഒന്നുകൂടി ഒന്ന് പറയാം. ഓൻക്ക് നിങ്ങൾ അങ്ങോട്ട് വിളിക്കി, അതാ നല്ലത്. അതന്നെ ഞങ്ങള് പറഞ്ഞാ വിചാരിക്കൂ ഞങ്ങൾ ചോദിക്കാണ്, ഞങ്ങൾ അസൂയാണ് അങ്ങനൊക്കെ വിചാരിക്കും. നിങ്ങൾ ഉമ്മല്ലേ, നിങ്ങൾ പറഞ്ഞ ഒക്കെ റെഡിയാവും. ഓൻ്റെ ഒക്കെ ഇങ്ങോട്ട് കിട്ടും. പക്ഷെ എന്നാലും അന്റെ ആരെങ്കിലും ഫോണിലൊന്ന് വിളിക്കാൻ. ഇപ്പൊ ഓളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓനോട് എന്താ പറഞ്ഞു കൊടുക്കണെന്ന് ഇപ്പൊ നമ്മളറിയോ? എന്റെ നിങ്ങളെ ഫോണിൽ നിന്ന് വിളിച്ചോളിന്നാ. നിങ്ങൾ എന്താ ചെയ്യാ? എന്തപ്പോ ഞാൻ പറയാ, നമ്മക്കാണെങ്കിൽ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവില്ല. ഈ എണ്ണ ഒഴിക്കാന്നുള്ള മാതിരി കാര്യം പ്രശ്നങ്ങളാ പറഞ്ഞിട്ടുള്ള കാര്യം അങ്ങനെ പറയുന്ന ചെറുപ്പന്മാരും. നിങ്ങക്ക് പറഞ്ഞൂടായിരുന്നില്ല എന്നാ അമ്മാനോട്? ഉമ്മാനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ജോലി ഒഴിവാക്കി പറഞ്ഞപ്പോ ഈ ഉള്ള സ്വർണ്ണം ഞാൻ പറഞ്ഞു ആരോടാന്ന് പറയും. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഈ പറമ്പിന്റെ ആധാരം വെച്ചു. ആധാരം വെച്ചിട്ട് ഞാൻ എങ്ങനെ ഉദ്ദേശിച്ചത് ആവട്ടെ. ആരെങ്കിലും ആധാരം ഇവിടെപ്പോഴേ പൈസ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിപ്പിടിച്ചാണ്. അപ്പൊ മൊത്തം എന്തെങ്കിലും ചെയ്യാ. പിന്നെ ഞാൻ വേറെ കാര്യം എന്നാ ഇവിടുത്തെ ചാടിയിട്ട് നല്ല വേറെ ഏതെങ്കിലും ഒളിവില് ഇങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്താലോ അങ്ങനെ ആലോചിക്കാം. എങ്ങനെങ്കിലും കിട്ടാം. 5 ലക്ഷം വീതം കൊടുക്കാൻ അമ്മ പറയും. ഞാൻ തന്നെ വീട്ടണ്ട. മനോട് പറഞ്ഞാല് നടക്കുവോ? ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും ഇപ്പൊ ഗൾഫുകാരനായി പോയില്ലേ, നമ്മളിങ്ങനെ കിട്ടാൻ പറ്റിപ്പെട്ടവനാ. കൊടുത്തോണ്ട് തന്നെ ഇരിക്കുക. നമ്മളെ ബുദ്ധിമുട്ടൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ ചെയ്യുന്ന ഓരോ വിധി. ഞാനൊരു കാര്യം ചെയ്യാം, തൽക്കാലം ഒന്ന് മാറിയിട്ട് വേറെ എവിടെയെങ്കിലും നിൽക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്നിട്ട് വീട്ടിട്ടൊക്കെ വരാം. അല്ലാതെ നാട്ടിൽ വന്നിട്ട് പിന്നെ പറമ്പിന്റെ ആധാരം പണയം വെച്ചിട്ട് പിന്നെ അതിന് വേണ്ടി കണ്ടന്നെ തിരിച്ചു. പിന്നെ ഒരു വിസ എടുക്കണമെങ്കിൽ അതിന്റെ പൈസ ബുദ്ധിമുട്ട് തന്നെ. അപ്പൊ ഞാൻ തൽക്കാലം ഇവിടെ തന്നെ നിന്നിട്ട് എങ്ങനെയും കിട്ടാൻ പറ്റുമോ നോക്കട്ടെ. ഈ വിഷമിക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഇത് കൊടുത്തിട്ട് കണക്കാവും. വെള്ളം കുടിയിലേക്കിടും, ഇത് കുടിയിലേക്കിടും നമ്മളെ അവസ്ഥ നമുക്ക് മാത്രല്ലേ അറിയുള്ളൂ. പ്രവാസിയായി കഴിഞ്ഞാൽ കഴിഞ്ഞു.
നിങ്ങളാണ് പറഞ്ഞത് കാര്യം. എന്തായാലും എന്റെ മനസമാധാനം നഷ്ടപ്പെടുത്തണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ശരി. ആ എന്നാ ശരി, വെച്ചാളെ. വാലേക്കും അസ്സലാം. അതെ, ഉം. ഈ അഥവാ ഓന്റെ പണ്ടും ഇതൊന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ആധാരം വെക്കുകയാണെങ്കിൽ അവന്റെ പൈസ ആയിട്ട് മാത്രം അടപ്പിക്കുക. നിങ്ങളെ സ്വർണ്ണത്തിമേലും തൊടാൻ സമ്മതിക്കത്തിട്ടോ. ആ, എന്തിനാണ് വെറുതെ ഓനടക്കട്ടെ, ഓനടക്കട്ടെ. എന്താണെന്നിട്ട് ഇപ്പൊ ഇതൊക്കെ കണ്ണി ചോരല്ലാത്ത ഭർത്താവ് എന്തിനാണ് ഈ പറഞ്ഞത്? അന്റെ ചോരനില്ല മേല്. അനക്കിപ്പോ എന്താ വേണ്ടത്? അന്റെ കാര്യം മാത്രം നടക്കണല്ലേ? ഞാൻ ഉള്ളത് പറയാനാണ്. ഇന്ത്യയൊക്കെ പൈസ ഒന്നും ഇല്ല. എനിക്കുള്ള സ്വർണ്ണം പൊന്നും മാറ്റൊന്നും ഇന്ത്യയൊക്കെ പൈസ സ്വർണ്ണം നിന്റെ എന്ത് വിറ്റിട്ടാണെങ്കിലും വേണ്ടില്ല. അന്റെ പെരപ്പണിക്ക് 10 ലക്ഷം തന്നാ പോരെ, തരാം. പക്ഷെ ഒന്നും കൂടെ മനസ്സിലാക്കിക്കോളെ, ഇന്ന് ആ ചങ്ങായിക്ക് പണിയില്ല. പണി എടുക്കണേന് പൈസ കിട്ടുന്നില്ല. അതിനൊരു 100 കൂട്ടം വയ്യായിണ്ട്. എന്നോടിപ്പൊ ഒന്ന് പറഞ്ഞതേ ഞാൻ നാട്ടിക്ക് വരികയെന്നാ. അപ്പോഴമ്മ ഈ 10 ലക്ഷത്തിന്റെ ബാധ്യത എന്റെ തലയിട്ട് കൊടുത്തിരുന്നത്. ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ കാര്യം മാത്രല്ലേ ഉള്ളൂ അല്ലേ? പെങ്ങന്മാരെ കാര്യം നോക്കേണ്ടത് ആങ്ങളാരന്നെയാണ്. പിന്നെ ആരാളുള്ളത്? എനിക്കടെ വാപ്പണ്ട. തുള്ളിക്കട മാറി തുള്ളിക്കട. നമുക്ക് അനക്ക് വേണ്ട വന്നിട്ടില്ല ഇവിടുന്ന് പറഞ്ഞു വെച്ചിട്ട് ഇമ്മിതിന് കൂട്ടിക്കാണല്ലേ? നമുക്ക് അറിയില്ലേ കട കാര്യങ്ങളൊക്കെ? ഇതിന്റെ ഉള്ളിലുള്ളതെല്ലാം കൊണ്ടേക്കോ, ഞങ്ങക്ക് വേണ്ട. ഇതിന് മാപ്പിള തരും. നിങ്ങളുടെ ഈ പ്രാരബ്ധങ്ങളും ബുദ്ധിമുട്ടും കൊണ്ട് അതിനൊന്നും പോരാൻ നിവർത്തിയില്ല. മോളെ